ഹലോ ഗൈസ്, കുഞ്ഞുമോനെ ഫീഡ് ചെയ്തിട്ട് ഞാനൊന്ന് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങാണ്. ദന്തൽ ഹോസ്പിറ്റലിൽ പോകാനാണ് കേട്ടോ. ഞാൻ ആദൂനെ കൂട്ടി പോകുന്ന കാരണം വെള്ളമൊക്കെ എടുത്തിട്ടുണ്ട്. കുഞ്ഞ് എഴുന്നേൽക്കുന്നതിന് മുമ്പായിട്ട് തന്നെ തിരിച്ചെത്തണം. കുഞ്ഞ് കരഞ്ഞൊടുങ്ങി കഴിഞ്ഞാൽ ഇടയ്ക്ക് ഡോക്ടറെ കണ്ടില്ലെങ്കിൽ നമുക്ക് തിരിച്ചു വരേണ്ടി വരും. അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ പോകുന്നത്. ഹോസ്പിറ്റലിലെത്തി വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ പാർക്കിംഗ് ഫീസൊക്കെ പേ ചെയ്ത് ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് കേട്ടോ പോയത്. അവിടെ നല്ലതെന്നിങ്ങനെ പറഞ്ഞിട്ട് പോയതാണ്. അങ്ങനെ അവിടെ ചെന്ന് ക്യൂ ഒക്കെ നിന്ന് ടോക്കണൊക്കെ എടുത്ത് ടോക്കൺ എടുക്കാനുള്ള പൈസ അത് തരുന്നതാണ് കേട്ടോ. ഡോക്ടറെ കാണാനെത്തി. വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ ബുദ്ധിമുട്ട് പറഞ്ഞു. പക്ഷെ എനിക്കൊരു സൊല്യൂഷൻ അവിടെ നിന്ന് കിട്ടിയായിട്ട് ഫീൽ ചെയ്തില്ല. കുഴപ്പമൊന്നുമില്ല എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ തൊട്ടടുത്തുള്ളൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലും കൂടി പോയിട്ടുണ്ടായിരുന്നു. എത്തിയപ്പോൾ തന്നെ അമ്മച്ചിയുടെ കോള് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞ് കരയാണെന്ന് പറഞ്ഞ്. എന്നാൽ പിന്നെ തിരിച്ച് പോകാൻ വിചാരിച്ച് ഞങ്ങൾ എഴുന്നേൽക്കുമായിരുന്നു. അപ്പോൾ അവിടെ സ്റ്റാഫ് അത് കേട്ടിട്ട് നെക്സ്റ്റ് കയറ്റാമെന്ന് പറഞ്ഞ് അങ്ങനെ അടുത്ത് നമ്മൾ കയറി. പല്ല് അടച്ചിട്ടുണ്ടായിരുന്നു, പല്ലിന് കേടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പെട്ടെന്ന് തന്നെ അത് കഴിഞ്ഞ് വീട്ടിലോട്ട് പോവാണ്. എൻ്റെ ഇടയ്ക്ക് നമ്മൾ വീട്ടിലോട്ട് വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുഞ്ഞ് ഉറങ്ങിപ്പോയി എന്ന് പറഞ്ഞു. പക്ഷെ എന്നാലും എത്രയും പെട്ടെന്ന് വീട്ടിലെത്തണം എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ നമ്മൾ പോവാണ് കേട്ടോ. അതും എൻ്റെ ഇടയ്ക്ക് ഉറങ്ങി പോയിട്ടുണ്ടായിരുന്നു.